السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له نشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. وقال أيضا ومن يبتغي غير الإسلام دينا فلن يقبل منه. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, മുസ്ലിം സ്നേഹിതന്മാരെ, നമ്മൾ ഈ ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞത് അല്ലാഹു തആല നമ്മൾ നന്നാകാൻ വേണ്ടി അല്ലാഹ് വിശ്വസിക്കുന്ന അമ്പിയാക്കന്മാർ മുഖേന നമുക്ക് അയച്ചു തന്നാണ്. എന്തിനു വേണ്ടി? നമ്മൾ നന്നാകാൻ വേണ്ടി. നമ്മൾ ഈ ലോകത്തും പരലോകത്തും നന്നാവാൻ വേണ്ടി അയച്ചു തന്നതാണ് നമ്മളെ ഈ ദീൻ ഇസ്ലാം. അതാരെ പഠിപ്പിക്കേണ്ടത്? ഏറ്റവും സത്യം പറയുന്ന ആളുകൾ, അവർ പറഞ്ഞത് സ്ഥാപിക്കാൻ കഴിയുന്ന നല്ല മഹാന്മാർ, മൈസത്തുള്ള അമ്പിയാക്കന്മാരാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാകുന്ന ദീൻ ഇസ്ലാമാണ്. ആ ദീൻ ഇസ്ലാമാണ് ഇപ്പോൾ നമ്മൾ സമസ്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞത്. അത് പകരാത്ത ദീൻ ഇസ്ലാമാണ്. എന്തെങ്കിലും ബിദ്അത്തുകൾ കരുത്തി കൂട്ടിയ ദീൻ ഇസ്ലാമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ച്, സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ച്, താബിഈങ്ങൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ച്, ഇങ്ങനെ പോന്നിട്ട് നമുക്ക് വിശ്വസ്തരായ ഉലമാക്കന്മാർ പഠിപ്പിച്ച് ഈ ദീൻ ഇസ്ലാമാണ്. ആ ദീൻ ഇസ്ലാമിനെ നിലനിർത്തലാണ് ഈ സമസ്തൻ്റെ ആവശ്യം. അത് ഏത് കാലത്തും ചെയ്യൽ നിർബന്ധമാണ്. ഇഖാമത്തു ദീൻ എന്നത് ഫർദ് കിഫായിപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു കൂട്ടക്കാരന് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളെ ഈ സമസ്ത എന്നത്. അപ്പോൾ അത് നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഇതിനെ മാറ്റം വരുത്താൻ പാടില്ല. ഇത് ദീൻ ഇസ്ലാം, ഇത് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ പെട്ട വ്യക്തികളാരും ഇനിയും മാറ്റം വരുത്തില്ല. അതേ നിലയ്ക്ക് ഈ ദീൻ ഇസ്ലാം ഇത് ഉൾക്കൊള്ളണം എല്ലാവരും. അതിന് എതിരായിട്ട് ഒന്നും നടക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ മാസമാണ് അടുത്ത് വരുന്നത്. ഈ റമദാൻ മാസത്തിൽ ഇബാദത്താൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തു പോയ ഈ കുറ്റങ്ങളൊക്കെ പൊറപ്പിച്ചിട്ട് സാരിയായ മനുഷ്യന്മാരാകുക, എന്നിട്ട് പൊറുക്കാനുള്ള തോന ഓതുക. ഇങ്ങനത്തെ ഒരു നിലപാട് നമുക്ക് വന്നാൽ നമ്മൾ ഈ കൊല്ലത്തേക്കാളും നല്ലവരായി അടുത്ത കൊല്ലം ജീവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ്റെ ചിട്ടനുസരിച്ച് നടക്കുക തന്നെ വേണം. അതിൽപ്പെട്ടതാണ് മരിച്ചാൽ ഖുർആൻ ഓതുക എന്നൊക്കെ പറഞ്ഞ് അതിൽപ്പെട്ട അത് നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ട്. ഖുർആൻ ഓതുക, മരിച്ചെടുത്ത് ഖുർആൻ ഓതുക എന്നല്ലാതെ എന്താ ഓതിയിട്ട് എന്ന് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ മുറുക്കി പിടിച്ച് നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചും കൊണ്ടാണ് ഈ സുന്നത്ത് ജമാഅത്ത് എന്ന സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം എല്ലാ വ്യക്തികളും മുറുക്കി പിടിച്ച് അതനുസരിച്ച് അവനവൻ്റെ മഹല്ലുകളിലും അവന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വിശ്വാസങ്ങളെ പകർച്ചയില്ലാതെ നിലനിർത്തണം എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോടും എന്നോട് ഉപദേശിക്കണം. ഏത് കാലത്തും നമ്മുടെ നാട്ടിൽ ഓരോ മഹല്ലുകാരുണ്ടാവുമല്ലോ. ഇത് പല മഹല്ലുകാരല്ലേ. അവൻ്റെ മഹല്ലിൽ നടന്നിട്ട് ചെയ്യുക ഇസ്ലാമിയായ ജീവിതങ്ങൾ. നിങ്ങൾ എവിടുക്കുക പള്ളികൾക്ക് പോകുക എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ സുന്നി പള്ളികൾക്ക് തന്നെ പോകണം, എല്ലാത്തിടത്തേക്ക് പോകാൻ പറ്റില്ല. ജുമാ എന്താ മലയാളത്തിൽ കുത്തുപോകുക, അമായിസത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല. കുട്ടികളെ എടുക്കുക, പറഞ്ഞേക്കുക, നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ മദ്രസകളിൽ പറഞ്ഞേക്കണം
എന്ന രൂപത്തിൽ നമ്മൾ മഹലിലൊക്കെ നടന്നിട്ട് ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിച്ചാൽ ഇതക്കും അമ്പുസക്കും പൗരിക്കും നാറാന്ന്. നമ്മളെ നഫ്സിനെ മാത്രം കാത്താൽ പോരാ, നമ്മളെ കുടുംബത്തിനെയും ചെയ്യണം, നരകത്തിനോട് കാക്കണം. ഇങ്ങനത്തെ ഒരു കടമ നമുക്കുണ്ട്. ആ കടമ നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്നല്ലാതെ എങ്ങനെയെങ്കിലും ആയാൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം? പൂവാമ്പുസക്കും അവരിക്കും നാറ. അപ്പോൾ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ പിന്നെ ഒരു മറില്ലാതെ ജീവിപ്പിച്ച് വേണ്ടാത്തരം ചെയ്യണ ഒരു നിലപാട് നമ്മളിൽ വരാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നടപ്പിൽ വരുത്തണം. അപ്പോഴേ നമ്മളെ കടമ വീടുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മളിങ്ങനെ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് നടന്നാൽ മാത്രമേ നമ്മൾ കടമ വീടില്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരെയും ഉണർത്തുകയാണ്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.